അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന് ഞാൻ പറയുന്നത് ഒരാളുടെ മനസ്സ് മാറാൻ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നാണ്. അതിന് ഖുർആനികമായ എന്ത് മാർഗമാണ് ഉള്ളത് എന്നാണ് പറയാൻ പോകുന്നത്. ഇണക്കങ്ങളും പിണക്കങ്ങളും ജീവിതത്തിൽ സർവ്വസാധാരണമാണ്. പിണക്കങ്ങൾ ഉള്ളിടത്ത് സ്നേഹവും ഉണ്ടാവും. അല്ലാത്തത് വെറുമൊരു അഭിനയ ജീവിതം മാത്രമായിരിക്കും. ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ പിണക്കം ഉണ്ടായേക്കാം. അല്ലെങ്കിൽ കുടുംബക്കാർക്കിടയിലും സഹോദരന്മാർക്കിടയിലും അതുമല്ലെങ്കിൽ അയൽവാസികൾക്കിടയിലും കൂട്ടുകാർക്കിടയിലും ഇങ്ങനെ ചിലപ്പോൾ പിണക്കങ്ങൾ ഉണ്ടാവാം. എന്നാൽ ചില പിണക്കങ്ങൾ വേഗം നന്നാവും. ചിലർ അത് മനസ്സിൽ കൊണ്ട് നടക്കുകയും ചെയ്യും. പക്ഷേ നമ്മൾ അവരോട് മിണ്ടണം എന്നുണ്ടാവും. എന്നാൽ അവർ നമുക്ക് മുഖം തരില്ല. അതുപോലെ തന്നെ ദുശീലത്തിന് അടിമപ്പെട്ടവർ, വിദ്വേഷം മനസ്സിൽ കൊണ്ട് നടക്കുന്നവർ, സ്വഭാവദൂഷ്യം ഉള്ളവർ, ഇങ്ങനെയുള്ള ആളുകളുടെ മനസ്സ് മാറാനും നമ്മോട് നല്ല രീതിയിൽ പെരുമാറാനും വേണ്ടി നമ്മൾ ഈ സൂറത്ത് ഓതുക. തീർച്ചയായും മനസ്സ് മാറിക്കിട്ടും. നമ്മുടെ കൂട്ടുകാരൊക്കെ ചിലപ്പോൾ ചെറിയൊരു കാര്യത്തിനായിരിക്കും പിണങ്ങുക. ചിലപ്പോൾ ഒരു കല്യാണം വിളിക്കാത്തതിന്, അതുമല്ലെങ്കിൽ എന്തോ ഒരു കാര്യം പറയാൻ മറന്നുപോയതിന് ആയിരിക്കും. അപ്പോൾ ആ കാര്യം പറയാൻ നമ്മളോട് വിട്ടുപോയതായിരിക്കാം. പക്ഷെ അവർ നമ്മോട് മിണ്ടിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമം ആയിരിക്കും. ഇനി ഇതിനൊക്കെ പരിഹാരമായി ഖുർആനിലെ ഒരു സൂറത്താണ് പറയാൻ പോകുന്നത്. ഏതെങ്കിലും 5 വക്ത് നിസ്കാര ശേഷം ആരുടെ മനസ്സാണോ സ്വഭാവമാണോ മാറേണ്ടത്, അവരുടെ സ്വഭാവം മാറണമെന്ന ഉദ്ദേശത്തോടെ സൂറത്തുൽ ഇൻഷിറാഹ് ഓതുക. അലം നശ്റഹ് ലക സദ്റക വവദഅന അൻക വിസ്റക എന്ന സൂറത്ത് 17 തവണ ഓതുക. ഇങ്ങനെ നാം 17 വട്ടം ഓതിക്കഴിഞ്ഞതിന് ശേഷം അവരുടെ പേര് മനസ്സിൽ കരുതുകയും അവരുടെ മനസ്സ് മാറണമെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. നല്ല ഇഖ്ലാസോടെ മനസാന്നിധ്യത്തോടെ നടക്കും എന്ന വിശ്വാസത്തോടെ ഓതുക. ഓരോ തവണ ഓതിക്കഴിയുമ്പോഴും മനസ്സ് മാറാൻ വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കണം. മഗ്‌രിബ് നിസ്കാര ശേഷം ഓതലാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ ചെയ്താൽ തീർച്ചയായും മനസ്സ് മാറിക്കിട്ടും. ഓരോ ദിവസവും ഏതെങ്കിലും ഒരു വക്ത് നിസ്കാര ശേഷം ചെയ്താൽ മതി. കൂടാതെ സൂറത്തുൽ ഇൻഷിറാഹ് വേറെയും ഒരുപാട് ഗുണഫലങ്ങൾ ഉണ്ട്. ദാരിദ്ര്യം മാറാനും പ്രയാസങ്ങൾ മാറാനും റിസ്കിൽ യാതൊരു ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കാനും നാം അറിയാതെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാനുമൊക്കെ ഈ സൂറത്ത് പതിവാക്കുന്നത് മൂലം സാധിക്കും.